തുടങ്ങാം. പ്രത്യൂഹ പ്രതിഹന്താരം പ്രണപത്യ ഗണാധിപം മുഹൂർത്താവഗമേ മാർഗം ഋജും കർത്തും യഥാമഹേ. ഉൽക്കാ ഉർവീചരണം ഗ്രഹണം ഷഷ്ഠ അഷ്ടമ അന്ത്യേ ഇന്ദു അസദൃഷ്ടം അസദ് ആരൂഢം അസദാരൂഢ വിമുക്ത രാശി വരെ സിതദൃക് ശുക്രദൃഷ്ടി. മുഹൂർത്തത്തില് സമ്പൂർണ്ണ ദൃഷ്ടി മാത്രമേ പരിഗണിച്ചിട്ടേ, മറ്റേ കാൽ ദൃഷ്ടി അരദൃഷ്ടി ഒന്നും നോക്കണ്ട. സർവേഷാമിഹ ഖേടാനാം ദൃഷ്ടി സപ്തമഭയസ്മൃത. അത് മാത്രമേ ഉള്ളൂ. ഈ ആചാര സംഗ്രഹത്തിലുള്ള ശ്ലോകം മാത്രമേ പ്രമാണുള്ളൂ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ എന്തായി? അസത് വിമുക്ത രാശി, അസത് ദൃഷ്ടരാശി, അസത് ആരൂഢ രാശി, ഇത്രയും കാര്യങ്ങളെ വർജിക്കണം. ശുക്രന്റെ ദൃഷ്ടി, ശുക്രന്റെ ദൃഷ്ടിയുള്ള രാശി, ശുക്രന്റെ ദൃഷ്ടി ശുഭഗ്രഹാണെങ്കിലും വർജ്യാണ്. ശുഭ ശുക്ര ശുഭഗ്രഹേപി തസ്യ ദൃഷ്ടി വർജനീയ. ഇനി അടുത്തത് എന്താണ്? നിത്യദോഷങ്ങളിലെ ഉൾക്കോർവീചരണോപരാഗ ഗുളികാഹ ഷഷ്ടാഷ്ടമാന്ത്യന്തസദൃഷ്ടാരൂഢ വിമുക്തരാശി സിതദൃക് സായന്ന സന്ധ്യാദേഹ. ഇനി അടുത്തത് സായന്ന സന്ധ്യ. അതാണ് ഏറ്റവും സന്ധ്യയിലേക്ക് വെച്ച് ഏറ്റവും അധികം വർദ്ധിക്കേണ്ട സന്ധ്യത സായന്ന സന്ധ്യ. അത് എല്ലായെങ്കിലും ലോകത്തിലേക്ക് ഒറ്റ നിയമം തന്നെയാണ്. വൈകുന്നേരത്തെ സന്ധ്യക്ക് ഗോധൂളി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ചില സർക്കസുകാരുണ്ട്. പക്ഷെ അതൊന്നും വലിയ പ്രസിദ്ധമല്ല. ഗോധൂളി മുഹൂർത്തം എന്നാണ് പേര്. എന്ന് വെച്ചാൽ പശുക്കൾ തിരിച്ചു വരുന്ന സമയത്ത് ഈ പശുവിന്റെ കുളപ്പടിയിൽ നിന്നുണ്ടാവുന്ന പൊടിയെ കൊണ്ട് എല്ലാം ശുദ്ധാവുന്നുണ്ട്. ഒരു ചെറിയൊരു വിഭാഗക്കാര് ഗോധൂളി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രാവിലത്തെ ആവുന്നത് വലിയ പക്ഷെ അംഗീകരിക്കും. രാവിലെ പശുക്കൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ കുളമ്പിന്റെ, അതായത് ഗോധൂളി മുഹൂർത്തം എന്ന് പറയുന്നത്. പിന്നെ മധ്യാഹ്നമുള്ള മുഹൂർത്തം അഭിജിൻ മുഹൂർത്തം എല്ലാവരും അംഗീകരിച്ച് തന്നെയാണ്. അപ്പോ ഭഗവാൻ ചക്രായുധം എടുത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അഭിജിൻ മുഹൂർത്തം എല്ലാവരും എടുക്കാം ഒരു പക്ഷമുണ്ട്. ഈ സായന്ന സന്ധ്യ എന്ന് പറയുന്നത് പ്രദോഷ സന്ധ്യ. ആ സന്ധ്യക്ക് വലിയ ദോഷം തന്നെയുണ്ട്. അപ്പോ സായന്ന സന്ധ്യാദേഹ. അപ്പൊ സായന്ന സന്ധ്യ എന്ന് പറയുന്ന ദോഷത്തിന് അധിക ദോഷം. അപ്പൊ എന്താ? ഈ സായന്നം മുതലായിട്ട് സായന്ന സന്ധ്യ ആദേഹ. അർദ്ധരാത്രി ഒരു സന്ധ്യയുണ്ട്, മധ്യാഹ്നത്തിന് സന്ധ്യയുണ്ട്, രാവിലെ. അപ്പോ സായന്ന സന്ധ്യ, അത് കഴിഞ്ഞ പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, അർദ്ധരാത്രി സന്ധ്യ, 4 സന്ധ്യകള്. ഈ 4 സന്ധ്യകളില് സായം സന്ധ്യക്കാണ് ഏറ്റവും അധികം ദോഷം. അപ്പോ സമം പഞ്ചധാ വിഭക്തസ്യ തത്തദ്ദിന പ്രമാണസ്യ പ്രഥമ ഭവഃ അംശഃ പ്രാന്ന സംജ്ഞഃ, ദ്വിതീയഃ അംശഃ പൂർവാന്ന സംജ്ഞഃ, തൃതീയഃ അംശഃ മധ്യാഹ്ന സംജ്ഞ, 4ാമത് ചതുർത്ഥാംശം അപരാഹ്ന സംജ്ഞം, 5ാമത് സായന്ന സംജ്ഞം. അപ്പോ പ്രാന്നം, പൂർവാഹ്നം, മധ്യാഹ്നം, സായാഹ്നം, മധ്യാഹ്നം, അപരാഹ്നം, അങ്ങനെയുള്ള സായന്നമിതി 5ാമത്തെ അംശമാണ്. എന്തെന്ന്? സായന്നമിതി 5ാംശോ ബുധൈഹി അന്നപ്രകീർത്തിത. ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. ലേശ ടഫാണ്. സായന്ന സന്ധ്യയെ എങ്ങനെ നിർണയിക്കുന്നു ചോദിക്കുന്നത്. സായന്ന സന്ധ്യയെ നിർണയിക്കുന്നത് ഒട്ടാകെയുള്ള ദിനമാനത്തിനാണ്. അതായത് ദിനമാനം 12 മണിക്കൂർ ഉണ്ടായ വലിയ സൗകര്യം. 10 പിന്നെ 2 മണിക്കൂറുണ്ട്, അതിന് 5 അത്രയായി. 2 മണിക്കൂർ 120 മിനിറ്റ്. 120 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് ഹരിക്കുന്നു. എത്ര കിട്ടും? 20 × 5 100, 4 × 20 24 മിനിറ്റ്. അപ്പൊ എന്തായി? 2 മണിക്കൂർ 24 മിനിറ്റ് വീതം നിങ്ങൾ കണക്കാക്കിയാൽ പ്രാന്നം, മധ്യാഹ്നം, അപരാഹ്നം ഇങ്ങനെയുള്ള അന്നങ്ങളെല്ലാം കിട്ടും. അതിൽ അവസാനത്തെ 2 മണിക്കൂർ 24 മിനിറ്റ് ആണ് എന്തെന്ന്? സായന്ന സന്ധ്യ എന്ന് പറയുന്നത്. അതായത് 5ാമത്തെ അംശം. ഒരു ദിനമാനത്തിന്റെ 5 അംശത്തിൽ 5ാമത്തെ അംശമാണ് എന്തെന്ന്? ഈ സന്ധ്യ എന്ന് പറയുന്നത്, സായങ്കാല സന്ധ്യ എന്ന് പറയുന്ന സാധനം. അപ്പോ ഈ 12 മണിക്കൂറിൽ ഇല്ല സംഭവം. 12 മണിക്കൂറില. അപ്പൊ എല്ലാ ദിവസവും 12 വരുന്നില്ല. 12 ഒരാട്ടിക്ക് വന്ന് ചിലപ്പോ കുറയും. പകല്, ഇപ്പോഴുള്ള പകൽ നല്ലോണമുള്ള സമയമാണ്. അപ്പൊ എന്താ? ഈ ദിനമാനം കൂടുമ്പോൾ എന്താ? ചിലപ്പോ 12 മണിക്കൂർ 20 മിനിറ്റ്, 12.5 മണിക്കൂർ വരെ എന്ത് വരാം? ഈ പറഞ്ഞ പകല് വ്യാപിക്കും. അങ്ങനെ വന്ന് അതിന്റെ 5 അംശം അർത്ഥം. അപ്പോ ഈ ഇങ്ങനെയുള്ള ഈ സായാഹ്ന സന്ധ്യ എന്ന് പറയുന്നത് എന്തെന്ന്? 5ാമത്തെ സന്ധ്യന.
എന്ത് ചെയ്യണം? സായാഹ്നകാലം അതെന്നുണ്ട് സായാഹ്നാദീംശ വർജയെന്നുണ്ട് ഇതില്. ഇനി സന്ധ്യാപ്രമാണം. സന്ധ്യാപ്രമാണത്തില് സൂര്യോദയാപൂർവം അത് ഇതാ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഇത്രയും ഉണ്ട്. ഇത് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഇനി ഇതിന്റെ സന്ധ്യാകാലം പറയുന്നത് സൂര്യോദയാപൂർവം 6 നാഡിക ഷൺനാഡിക കാലഹ പ്രാതസന്ധ്യ. അതുപോലെ തന്നെ സൂര്യ അസ്തമനാത് പരം 6 നാഴികയാണ് സായങ്കാല സന്ധ്യ. മാധവീയത്ത് പറയുന്നുണ്ട് സൂര്യ ഉദയത്തിന്റെ മുമ്പില് 6 നാഴിക ഷൺനാഡിക കാലഹ പ്രാതസന്ധ്യ, സൂര്യ അസ്തമനാത് പരം 6 നാഴിക സായങ്കാല സന്ധ്യ. ഇതാണ് അധികം ദോഷമുള്ള സന്ധ്യ എന്നർത്ഥം. അപ്പോ മാധവീയത്തിൽ പറയുന്നുണ്ട് പൂർവം ഷഡ്ഘടിക പ്രഭാതം ഉദയ ഭാനോഹ പ്രദോഷ തഥാ പശ്ചാത്. അത് അവിടെ നിൽക്കട്ടെ, മാധവീയത്തിൽ പറയുന്നത് ഇഷ്ടം പോലെ ഇത് പറയുന്നില്ല. അങ്ങനെ സൂര്യോദയ പൂർവം 6 നാഴിക പ്രഭാത സന്ധ്യ എന്നും എല്ലാ കർമ്മങ്ങൾക്കും വർജിക്കേണ്ടതാണ്. പിന്നെ വിശേഷമായിട്ട് വിവാഹം, നിഷേകം, അന്നപ്രാശനം, ഈ 3 സൂര്യോദയാപൂർവം ചതസ്രഹ നാടികായ വർജന, ഇത്രയും 3 കർമ്മങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ടതാണ്. 6 നാഴിക സന്ധ്യാദോഷമുണ്ട്. വിവാഹത്തിനും നിഷേകത്തിനും അന്നപ്രാശനത്തിനും എന്തേ വേണ്ടു? ഇതിന് 6 ഘടി മുഴുവൻ വർജിക്കണമെന്നില്ല. 4 ഘടി, 4 നാഴിക, 4 മിനിറ്റ് അതൊക്കെ വർജിച്ചാൽ മതി അർത്ഥം. ചതസ്രഹ നാടികായ വർജന്തേ വിവാഹ നിഷേക അന്നപ്രാശനേഷു ഷണ്ണാടികായ വർജന്തേ. അദ്ദേഹം സദാചാരത്ത് പറയുന്നുണ്ട് ഭുക്തി ഉദ്വാഹ നിഷേകേഷു ഭാസ്കര ഉദയാ പുര ഷണ്ണാടിക വിവർജ്യാസ്യ ചതുസ്രഹ അന്വേഷു കർമ്മസു. അപ്പോ ഈ 6 ഞാൻ പറഞ്ഞത് ലേശം മാറിപ്പോയി. വിവാഹം, അതാണ് ഞാൻ ആലോചിച്ചത് എന്താ പറ്റിയത്. വിവാഹം, നിഷേകം, അന്നപ്രാശനത്തിന് 3 കാര്യങ്ങൾക്ക് 6 നാഴിക വർജിക്കുന്ന വേണം. 6 നാഴിക വർജിക്കുന്ന വേണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കർമ്മങ്ങൾക്കാണ് ഇപ്പൊ ചവളം അങ്ങനെ ബാക്കി ചവളം കിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എന്തുണ്ട്? 4 നാഴിക മതി. ഞാൻ പറഞ്ഞത് മാറി, ശരിയാക്കണം. വിവാഹം, നിഷേകം, അന്നപ്രാശനം 3 കാര്യങ്ങൾക്ക് 6 നാഴിക തന്നെ മുഴുവൻ വർജിക്കണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഷോഡശ കർമ്മങ്ങൾക്ക് എന്തുണ്ട്? 4 വർജിച്ചാലും മതി. അതാ പറയുന്നത് ഭുക്തി ഉദ്വാഹ നിഷേകേഷു ഭാസ്കരസ്യ ഉദയാത്പുര ഷണ്ണാരിക വിവർജാസ്യു ചതസ്രഹ അന്വേഷു കർമ്മസു ചതസ്രഹ. ബാക്കിയുള്ള കർമ്മങ്ങൾക്ക് എന്തുണ്ട്? 4 നാഴിക വർജിച്ചാൽ മതി. നിങ്ങള് പ്രാതസന്ധ്യ എഴുതി, സായം സന്ധ്യ എഴുതി, അതിൽ 3 കർമ്മങ്ങൾക്ക് ഇത് മുഴുവൻ വർജിക്കണം. അതൊഴിച്ച് ബാക്കി കർമ്മം, അത് വിവാഹം, നിഷേകം, അന്നപ്രാശനം, ഈ 3 എണ്ണത്തിന് 6 നാഴിക തന്നെ വർജിക്കണം. ബാക്കി എന്ത് വേണ്ട? ബാക്കി എല്ലാവരും 4 നാഴിക വർജിച്ചാലും മതി എന്നുള്ളതാണ് നോട്ട് ചെയ്ത് വെക്കും. അതാണ് ഇതിൽ പ്രധാനമായിട്ട് അംശം, സായന്ന സന്ധ്യ പറയുന്നത്. ഇനി ഈ ദിനേ യാമാർത്ഥം പ്രദോഷം, ഇനി 6 ഘടിക, അതിനെ കുറിച്ച് കുറെ വാദങ്ങൾ മറ്റേ മാധവീയത്തിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സായം സന്ധ്യ എന്ന് പറയുന്നത് സൂര്യാസ്തമനാത്പരം ഘടികാദ്വയകാല ശുഭകർമ്മസു വർജ്യതേ യഥാചോക്തം. അതുകൊണ്ട് അസ്തമനാത്പരം 2 നാഴിക, ആദിത്യ അസ്തമനാത് പശ്ചാത് ത്യജന്തി ഘടികാദ്വയം. ഘടികാദ്വയമിതി ഇഹ ത്യാജ്യം. അതിപ്പോ എന്തായി? ഇനി സായം സന്ധ്യക്കുള്ള വിശേഷം. സായം സന്ധ്യക്ക് ശുഭകർമ്മങ്ങൾക്ക് എന്ത് മതി? സൂര്യ ഉദയാ പൂർവമുള്ള സന്ധ്യക്കാണ് എന്തെന്ന് 6 നാഴിക 4 നാഴിക നിങ്ങൾക്ക് എക്സംഷൻ അടക്കം പറഞ്ഞത്. ഇനി എന്താ പറയുന്നത്? ഇനി സൂര്യ അസ്തമനാത് പരമുള്ള കാര്യങ്ങൾക്ക് എന്താ പറയുന്നത്? 2 നാഴിക 48 മിനിറ്റ് പറയുന്നുണ്ട്. ഇവിടെ സംഗ്രഹത്തിൽ പറയുന്നുണ്ട് സൂര്യാസ്തമനാത് പരം ഘടികാദ്വയകാല ഏവ ശുഭകർമ്മസു വർജ്യതേ ആദിത്യ അസ്തമനാത് പശ്ചാത് ത്യജന്തി ഘടികാദ്വയം. 2 നാഴിക വർജിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഘടികാദ്വയമേഹ ത്യാജ്യം ഇത് മാധവിയെ മുഹൂർത്ത മാധവീയത്തിലും പറയുന്നുണ്ട്. അതെല്ലാം സദാചാരത്തിൽ എടുക്കുകയും ചെയ്യുന്ന അർത്ഥം. ഇപ്പൊ എന്താന്ന് വെച്ചാല് ശിവപ്രദോഷം വരുന്നുണ്ടല്ലോ, ത്രയോദശി, അങ്ങനെ വന്നാൽ എന്ത് ചെയ്തു ചോദിച്ചാൽ, അങ്ങനെ എന്നാൽ അർദ്ധരാത്രാന്തം സന്ധ്യാ വർജനമേവ ഉത്തമം.
അതാ പറയുന്നത്. അതൊന്ന് പ്രദോഷമായത് വേണ്ട, അങ്ങോളം അർദ്ധരാത്രി വരെ വിട്ടെ. പ്രദോഷ സന്ധ്യായാം ശിവാരാധനം വിനാ അന്വേഷാം കർമ്മണാം അകരണീയത്വ ശ്രവണാത് മുഹൂർത്ത രത്നത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ത്രയോദശിക്ക് പ്രദോഷം വരുന്ന ത്രയോദശി, ഇല്ലാണ്ട് മറ്റേ എല്ലാ പ്രദോഷവും നോക്കൊന്നും വേണ്ട. പ്രദോഷം വരുന്ന ത്രയോദശിക്ക് എന്ത് വേണ്ട, അന്ന് ഒരു മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല, മുഹൂർത്തം കൊടുക്കേണ്ട ആവശ്യമില്ല. രാത്രി കാലങ്ങളിൽ നിന്ന് അങ്ങോളം അർദ്ധരാത്രി വരെ ശിവഭജന കാലമായതുകൊണ്ട് അത് മുഴുവൻ അത് എന്താ പറയുക വർജിക്കണം, എടുക്കണ്ട. ഇനി ആത്രേയ സംഹിതയിൽ പറയുന്ന കുറെ കാര്യങ്ങളില് ഈ ശിവപ്രദോഷത്തിന്റെ കാര്യത്തില് ആരും വിട്ടുവീഴ്ച ചെയ്തില്ല. ഇനി ശിവപ്രദോഷമായെന്ന് അർദ്ധരാത്രം വരെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കർമ്മം പാടില്ല എന്ന് ഇവര് പറയുന്നുണ്ട്. അർത്ഥം മുഹൂർത്തരത്നം അങ്ങനെയുള്ള കുറെ പുസ്തകത്തില്. ഇനി മധ്യാഹ്ന സന്ധ്യ ആടാ ഘടികാദ്വയം, അതായത് 2 നാഴിക അതൊന്ന് മധ്യാഹ്ന സന്ധ്യ എന്ന് പറയുന്നത്. അപ്പോ ഇനി ഈ അതിൽ തന്നെ അതിന്നുണ്ട് ഈ 1 നാഴിക തുടങ്ങിയിട്ട് മറ്റേ നാഴികയും സന്ധ്യ 2 മധ്യാഹ്ന സന്ധ്യ എന്ന് പറയുന്നത് അഭിജിത്ത് പറയുന്ന ഒരു വരുന്നുണ്ട്, മുഹൂർത്തത്തിൽ വരുന്നുണ്ട്. അത് എല്ലാ ദിക്കും അംഗീകരിച്ച മുഹൂർത്താണ്. അഭിജിത് നാമ മധ്യാഹ്നോ മുഹൂർത്തോ വൈഷ്ണവ സ്മൃത ചക്രമാതായ ഭഗവാൻ വിഷ്ണു ദോഷാൻ വ്യപോഹതി. ചക്രാധിധാരിയായിട്ട് ഭഗവാൻ വിഷ്ണു എല്ലാ ദോഷങ്ങളെയും കളയുന്നുണ്ട്. അപ്പൊ ഈ മധ്യാഹ്ന സന്ധ്യാകാലം നടക്കും, അതായത് സൂര്യ ഉദയത്തിന് ശേഷത്തിന് നമ്മൾ 5 ഭാഗിച്ചാൽ അതില് ആദ്യത്തേത് കഴിഞ്ഞു, പിന്നെ രണ്ടാമത്തെ കാലം മധ്യാഹ്നം വരുന്നത്. ഈ മധ്യാഹ്നം തുടങ്ങിയാൽ എന്തായി, മധ്യാഹ്നം തുടങ്ങിയാലുള്ള 2 ഘടികാകാലേ ഉള്ളൂ ഈ സന്ധ്യാദോഷം. ആ 2 ഘടികാകാലം എന്ന് പറയുന്നത് തന്നെ മധ്യാഹ്നം, അതായത് സൂര്യ ഉദയം ഒരു 6 മണിക്കൂർ കൂട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. പറയുന്നത് ആകാശം ഒന്നും പൊട്ടി പോകാൻ അതുകൊണ്ട് വലിയ വ്യത്യാസം വരാനും പോകുന്നില്ല. അപ്പോ അത്തരത്തിൽ വരുന്ന അത് 6 മണിക്ക് സൂര്യോദയം ആണെങ്കിൽ ടോട്ടൽ ദിനമാനത്തിൽ നിങ്ങൾ ഭാഗിക്ക് തന്നെ വേണം, എന്നാലേ എന്ത് കിട്ടുള്ളൂ, കൃത്യമായിട്ട് ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്ന ഈ അഭിജിൻ മുഹൂർത്തത്തിന് ഭഗവാൻ ചക്രായുധ പാണിയായിട്ട് എല്ലാവരും വൈഷ്ണവായിട്ട് മുഹൂർത്താണ്. ആ സമയം നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം, മുഹൂർത്തത്തിനെ കുറിച്ച് ചർച്ച വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായി, അപ്പോ ആകെ മൊത്തം അഭിജിൻ മുഹൂർത്തം എന്തായി, ഇതും ആയി എടുക്കാന്നുള്ള ലെവൽ ഒന്നും അർത്ഥം. മധ്യാഹ്ന സന്ധ്യക്ക് എന്തില്ല, വലിയ ദോഷമില്ലാതായി. അത് നല്ല മുഹൂർത്തമായിട്ട് പലരും അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അർദ്ധരാത്രി സന്ധ്യ എന്ന് പറയുന്നത് വളരെ കുറച്ചു കാലേ ഉള്ളൂ, 1 നാഴികയായിട്ടില്ല. അത് 12 മിനിറ്റ് അർദ്ധരാത്രി തുടങ്ങിയിട്ട്, അർദ്ധരാത്രി തുടങ്ങിയ ശേഷം 12 മിനിറ്റ്, അർദ്ധരാത്രി കഴിഞ്ഞ ശേഷം 12 മിനിറ്റ്, ആ സന്ധ്യാകാലം മുഴുവൻ വർജിക്കണം. സൂര്യ ഉദയത്തിന്റെ സന്ധ്യ 6 നാഴിക, 4 നാഴിക വിവാഹം, ഈ 3 കർമ്മങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം എന്ത് വേണം, അതിന് 6 വേണം, ഇതിന് 3 ബാക്കിയെല്ലാം 4 ഘടിയായാലും മതി. മധ്യാഹ്ന സന്ധ്യ അഭിജിത്തോടെ സർവാംഗീകാരാണ്. അതുകൊണ്ട് എന്നിട്ട് കൂടുതൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, പലരും അംഗീകരിച്ചിട്ടുണ്ട്. സായം സന്ധ്യക്ക് എന്താ പ്രശ്നം, ഈ 2 ഘടികാദ്വയം അതുണ്ട്. ഈ 2 നാഴിക ഉള്ളതിൽ തന്നെ സൂര്യ അസ്തമന പരം ഉള്ള ഈ സംഭവത്തിന് എന്ത് ചെയ്യണ്ട, പ്രദോഷമായത് എന്ത് വേണ്ട, എടുക്കണ്ട. അത് അർദ്ധരാത്രി വരെ വർജിച്ചോ. ബാക്കി എന്താന്ന്, ഈ 24 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സാധാരണ പോലെ മുഹൂർത്തത്തിന് യോഗ്യകാലായി. ആ പ്രദോഷ സന്ധ്യകത്തിനുണ്ട് 2 നാഴിക ദോഷമുണ്ട്. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്തില്ല, പ്രദോഷത്തിന് മാത്രം അർദ്ധരാത്രി വരെ എന്ത് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യണം. ബാക്കി എല്ലാ ദിവസവും സായം സന്ധ്യക്ക് ദോഷമുണ്ട്. അപ്പോ ദോഷത്തിൽ മുഹൂർത്ത പദവീകാരൻ പറയുന്നത് സായം സന്ധ്യക്കാണ് ഏറ്റവും അധികം ദോഷം. ബാക്കിയുള്ള ഗ്രന്ഥകാരന്മാർ പറയുന്നത് എന്താണ്, പ്രഭാത സന്ധ്യക്ക് ദോഷം. അപ്പോ അത്തരത്തില് സന്ധ്യ വിവാദങ്ങൾ ധാരാളം നടക്കുന്നു. നമുക്കും എന്ത് ചെയ്യാമാണെങ്കിൽ ഇതിനെ കുറിച്ച് വിവാദങ്ങൾ നടത്താം. മധ്യാഹ്ന സന്ധ്യയും അർദ്ധരാത്രി സന്ധ്യയും 2 സാധുക്കളാണ്, നമുക്ക് തീരുമാനിക്കാം. മധ്യാഹ്ന സന്ധ്യക്ക് മുഹൂർത്തം ഇഷ്ടംപോലെ എന്തുണ്ട്, ധാരാളം. നമ്മുടെ കേരള നാട് വിട്ടു കഴിഞ്ഞാൽ അഭിജിൻ മുഹൂർത്തത്തിൽ ഇഷ്ടം പോലെ നാളോ ആഴ്ചയോ പക്കോ പാപവാരോ ദൃഷ്ടിയോ ഒന്നും നോക്കാണ്ട് അഭിജിൻ മുഹൂർത്തം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം ഏത് ദിവസവും അതിനെന്തില്ല, വാരം രാഹുകാലം ഒന്നും പറയാനല്ല. അപ്പൊ ആ സമയത്ത് ഈ മധ്യാഹ്ന കാലത്ത് അഭിജിൻ മുഹൂർത്തത്തില് എന്തുണ്ട്, നിങ്ങൾക്ക് കഴിക്കാം എന്ന് കർണാടക രാജ്യങ്ങളിൽ ഇഷ്ടംപോലെ സമ്പ്രദായമുണ്ട്. തെലുങ്കിൽ കുറെ ഭാഗത്തുണ്ട്. പിന്നെ നോർത്തിലും ഇതൊക്കെ ഇഷ്ടംപോലെ അവര് അംഗീകരിച്ചിട്ടുള്ളതാണ്. ആ ശ്ലോകാതിൽ പ്രമാണം അഭിയൻ മുഹൂർത്തയോഗേ ഗതവതി മധ്യം ദിനാധിപതവും ചക്രേണ ചക്രപാണി പറയുന്നത് സമസ്ത ദോഷാൻ നിഷൂദയതി. അഭിജിൻ നാമ മധ്യാഹ്ന മുഹൂർത്തോ വൈഷ്ണവസ്മൃത
ചക്രമാതായ ഭഗവാൻ വിഷ്ണു ദോഷാൻ വിപോഹതി. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാള് ശരിയാക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, ഉച്ചക്കത്തെ സന്ധ്യനെ കുറിച്ചിട്ട് വലിയ ചർച്ചയെ വേണ്ട. മറ്റേ ഈ പല മുഹൂർത്തങ്ങളിലും മധ്യാഹ്നം നീക്കി ഈ രാശി ശുഭം അങ്ങനെ ഉണ്ടാവാം, മുഹൂർത്തം എഴുതിയിട്ട് അങ്ങനെ ഉണ്ടാവാം. ഇപ്പോഴത്തെ മുഹൂർത്ത ഗ്രന്ഥ ഈ മറ്റേ പഞ്ചാംഗത്തിൽ വരുന്ന മുഹൂർത്തങ്ങൾ തന്നെ മധ്യാഹ്നം നീക്കി ശുഭം അത്തരത്തിൽ വരുന്നുണ്ട്. അപ്പോ ഇത്രയധികം ശാസ്ത്രാർത്ഥവാദങ്ങളും കാര്യങ്ങളും ചർച്ചകളെല്ലാം ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട്. ആ നടന്നതിൽ നമുക്ക് എന്താ ഒട്ടാകെ റിസൾട്ട് കിട്ടിയ പ്രഭാത സന്ധ്യ, സായം സന്ധ്യ, രണ്ട് പ്രധാന സന്ധ്യകള്. മധ്യാഹ്ന സന്ധ്യക്ക് എന്തുണ്ട്, എക്സംഷൻ ധാരാളം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അർദ്ധരാത്രി സന്ധ്യ വളരെ കുറച്ചേ വരുന്നുള്ളൂ, കർമ്മങ്ങൾ കഴിയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് അതൊന്നുമില്ല, കൂടുതൽ സീരിയസ് ആക്കണമെന്നില്ല. പക്ഷെ എന്നാലും അർദ്ധരാത്രം നീക്കി സേകത്തിന് ശുഭം, അങ്ങനെയൊക്കെ വളരെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. സന്ധ്യാകാലം വർജിക്കേണ്ടത് തന്നെയാണ്. പിന്നെ ഈ സന്ധ്യ എന്ന് പറയുന്നത് എല്ലായിട്ടും ബാധകമാണ്. അതിനെ ഒന്ന് കഴിഞ്ഞ് അടുത്ത് തുടങ്ങുമ്പോ ഒരു ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേഷൻ വരുന്നതിന് അത് വരുന്നില്ല, ഒരു സന്ധ്യയുടെ വരുന്നുണ്ടല്ലോ. ഇപ്പോ ഒരു രാശി കഴിഞ്ഞു, അടുത്ത രാശി തുടങ്ങുമ്പോൾ രാശി സന്ധ്യ, ഒരു നക്ഷത്രം കഴിഞ്ഞു, അടുത്ത നക്ഷത്രം വന്നു, ഒരു പാസന നക്ഷത്ര സന്ധ്യ, ഒരു തിഥി കഴിഞ്ഞു, അടുത്ത തിഥി വന്നു, തിഥി സന്ധ്യ. അപ്പോ ഒരു വാരം കഴിഞ്ഞിട്ട് അപ്പൊ സന്ധ്യാകാലം നമുക്ക് പ്രസിദ്ധമാണ്. ഇന്നിപ്പം ബുധനാഴ്ചയാണ്. നാളെ രാവിലെ സൂര്യോദയം വരെ എന്തുണ്ട്, ബുധനാഴ്ചയുണ്ട്. സൂര്യോദയം കഴിഞ്ഞാലേ വ്യാഴാഴ്ച ആവുന്നുള്ളൂ. പിന്നെ ഇംഗ്ലണ്ടായിരിക്കും പഠിക്കാൻ വേണ്ട, അവർക്ക് അർദ്ധരാത്രി 12 മണി കഴിഞ്ഞാൽ എന്തായി, വ്യാഴാഴ്ച ആവും. നമുക്ക് രാവിലെ സൂര്യോദയം കഴിഞ്ഞാൽ വ്യാഴാഴ്ച, സൂര്യോദയത്തെ ഒരു സെക്കൻഡ് മുമ്പാണെങ്കിൽ നമുക്ക് എന്താ പറ്റുക, ബുധനാഴ്ചയാണ്. അപ്പോ അങ്ങനെ ഒന്നും ചെയ്യാം. അതെല്ലാം പിന്നെ അവരവരുടെ ദേശാചാരം, സമ്പ്രദായങ്ങള്, ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, അനുഷ്ഠാനം ചെയ്തോളാം, നോക്കിക്കോളാം. അത്രേ പറ്റുള്ളൂ. അത് നമുക്ക് നേരാക്കാനാവുന്ന കഥയല്ല. ഇപ്പോ ഉൽക്കോർവീചരണോപരാഗ ഗുളിക ഷിഷ്ടാഷ്ടമാന്ത്യം ദശദൃഷ്ടാരൂഢ വിമുക്തരാശിതര സായന്ന സന്ധ്യാദേഹ ഇവരെ. ഇനി അടുത്ത നിന്ന് ഗണ്ഡാന്തം, ഉഷ്ണം, സ്ഥിരകരണം, വിക്ത, അഷ്ടമി, വിഷ്ടി, ലാടം, ഏകാർഗളം, വൈധൃതം, ഐശിരസ്, ഇത്രയും കാര്യങ്ങളുണ്ട്. അതെല്ലാം എഴുതിക്കോളാം. ഗണ്ഡാന്തം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശശിഭവനാള് ചഷാന്ത വൃക്ഷസന്ധി, കർക്കിവൃശ്ചിക മീനത്തിന്റെ എന്താണ് അന്ത്യഭാഗം. അതായത് ഇപ്പൊ അത് കർക്കടക രാശി ആയില്യം 4-ാം പാദം, ചിങ്ങരാശിയിൽ ആയില്യം മകം 1-ാം പാദം. ഇത് രണ്ടും കൂടി കൂടിയിട്ട് കുറച്ചൊന്നല്ല 30 നാഴികയുണ്ടത്, 12 മണിക്കൂർ സമയമുണ്ട്, കുറച്ചൊന്നല്ല ഉള്ളൂ. അത് മുഴുവൻ എന്താ, അതെല്ലാം ഗണ്ടാതെ പിടിക്കും. അതുപോലെ തന്നെ തൃക്കേട്ടന്റെ അവസാനം, മൂലത്തിന്റെ ആദി രണ്ടും കൂടി കൂടിയിട്ട് ഗണ്ടാതെ പിടിക്കും. മീനത്തില് രേവതിരാദ്യം, അശ്വതിരാദ്യം എല്ലാം കൂടി എന്ത് ചെയ്യും, ഗണ്ടാന്തം പിടിക്കും. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള ഗണ്ടാന്തം തന്നെ എഴുതി വെച്ച ഗണ്ടാന്തങ്ങൾ തന്നെയുണ്ട്. ഗണ്ടാന്തം എന്ന് പറഞ്ഞാല് വൃക്ഷസന്ധി, ഗണ്ട അന്തം, നക്ഷത്രങ്ങള് സന്ധ്യയായിട്ട് വരും. രാശിയിലുള്ള നക്ഷത്രങ്ങളുടെ സന്ധ്യയായിട്ട് തന്നാൽ രാശി കൂടുമ്പോൾ നമുക്ക് ശരിക്കറിയാം. അശ്വതി, ഭരണി, കാർത്തിക, കാല് അവിടെ പ്രശ്നം വരുന്നില്ല. മകീര, താര, പുഴത്തിൽ മുക്കാല്, അതില് കഴിഞ്ഞില്ലേ, അതിൽ കഴിഞ്ഞ് മകം തുടങ്ങൂല്ലേ ഇന്ന്. മകം അപ്പൊ യാതൊരു ഗണ്ടാന്തം വന്നു. മകം ഉത്തരത്തിൽ കാല്, ചിത്തരാര, വിശാഖത്തിൽ മുക്കാല്, പിന്നെയോ കേട്ട കഴിഞ്ഞു. 9 നക്ഷത്രം തീരും. കേട്ടയുടെ അന്ത്യം, മൂലം രണ്ടും കൂടിയിട്ട് ഒരു ഗണ്ടാന്ത നക്ഷത്രമായിട്ടാണ് വശം. പിന്നെ മൂലം ഉത്തരാടത്തിൽ കാല്, അവിട്ട തര, പൂരട്ടാതി മുക്കാല്, രേവതി കഴിഞ്ഞുമില്ലേ, അശ്വതിയായിട്ട് ഇത് വരും, ഗണ്ടാന്തം വരും. അപ്പൊ രേവതി, അശ്വതി, ആയില്യം, മകം, തൃക്കേട്ട, മൂലം, ഇങ്ങനെയുള്ള രാശികൾക്ക് എന്തുണ്ട്, എല്ലാം ഗണ്ടാന്തം പിടിക്കുന്ന കേസുകളാണ്. അങ്ങനെ ഗണ്ടാന്തം പിടിച്ചാൽ ആ ഗണ്ടാന്തം വരുന്ന എന്താണ്, ആ രാശി അങ്ങനെ എന്താന്ന് വർജിക്കണം എന്നർത്ഥം. ഗണ്ടാന്ത രാശികൾ വർജിക്കേണ്ടതുണ്ട്. അപ്പൊ അതെന്തായി, ഗണ്ടാന്തായി. ഞാൻ ഉഷ്ടം പറഞ്ഞു തരാം. സ്ഥിരകരണം നിങ്ങൾക്ക് എല്ലാവരും അറിയുന്നതാണ്. ആ ഉഷ്ടാണ് നോട്ട് ചെയ്ത് വെച്ചോ, ഞാൻ ശരിയാക്കി തരാം. ഉഷ്ടശിഖ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തത് എന്താ, സ്ഥിരകരണം. സ്ഥിരകരണാൻ ഇത് മുമ്പേ ഞാൻ പറഞ്ഞതാ. നിങ്ങൾ പവർ പോയിന്റ് അടക്കമുണ്ട്. സ്ഥിരകരണാനി അസുത ചതുർദശി അപരാർദ്ധാദീനി, കൃഷ്ണ ചതുർദശിയിലെ 2-ാമത്തെ പാദം, 2-ാമത്തെ അർദ്ധം മുതൽ, പാദല്ല അർദ്ധം മുതൽ എന്ത് വരും, ഈ സ്ഥിരകരണം വരും. അസുത് കൃഷ്ണ ചതുർദശിയിലെ ഇത് ക്രമേണ ശകുനി ഉള്ള്, ചതുഷ്പാത്ത് അമാവാസിന്റെ കരണം, ചതുഷ്പാത് കരണം, നാഗകരണം, അമാവാസിന്റെ 2-ാമത്തെ കരണം, ശുക്ലപക്ഷ പ്രഥമേണ്ടത് അസിത ചതുർദശി അപരാർദ്ധാദീനി. അതിന്റെ ക്രമേണ ശകുനി, ചതുഷ്പാത്ത്, നാഗ, ശുക്ലപക്ഷ പ്രഥമന്റെ ആദ്യത്തെ കരണം, അതും ഈ ഗണ്ടാന്തത്തിൽപ്പെട്ടു. അതുപോലെ തന്നുപെട്ട, അതുകൊണ്ടാണ് കിംസ്തുഗ്ധ എന്ന് പേര് വന്നത്. കിംസ്തുഗ്ധ എന്ന് പറയുന്നത് പുഴു എന്ന് പറയും മലയാളത്തില്. അപ്പോ ഇത്രയധികം എന്തുണ്ട്, ദോഷങ്ങളുള്ള നക്ഷത്രങ്ങളാണ് ഈ പറയുന്ന ഗണ്ടാന്ത നക്ഷത്രവും അതുപോലെ തന്നെ ഈ
ഈ പറഞ്ഞ പോലെ പുഴു നക്ഷത്രം ഈ പറയുന്നതിന് എന്താണ് മുഹൂർത്ത ശാസ്ത്രത്തില് വലിയ ദോഷമുള്ളതാണ്. അപ്പോ എന്തായി ഗണ്ഡാന്തം ആയി. ഉഷ്ണം സ്ഥിരകരണം, അതായത് സ്ഥിരകരണം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നെ. ഈ സ്ഥിരകരണം എന്ന് പറയുന്നത് അസിത ചതുർദശി അപരാർത്ഥാദീനി ക്രമേണ ശകുനീന്റേത് ചതുർദശിന്റെ രണ്ടാമത്തേത് ചതുഷ്പാത്മാകം അമാവാസ്യ 1, 2 ശുക്ലപക്ഷ പ്രഥമ കിം സ്തുഗ്ധം പുഴുക്കരണം. അപ്പൊ ഇത്രയും കരണങ്ങൾക്ക് എന്തുണ്ട്? ഈ ദോഷമുണ്ട്. സ്ഥിരകരണങ്ങൾ അതിൽ ദോഷമുണ്ട്. ഗണ്ഡാന്തം ഉഷ്ണം സ്ഥിരകരണം ഇതൊന്നും ഒന്നുണ്ടാവില്ല. പഞ്ചാംഗത്തിൽ മുഹൂർത്തം ഉണ്ടാവില്ല. ഈ സ്ഥിരകരണ വ്യവസ്ഥയിലൊന്നും മുഹൂർത്തം ഇടില്ല. ഗണ്ഡാന്തോഷ്ടവിഷം സ്ഥിരഞ്ചകരണം. പിന്നെയോ ഇനി ഇത് നിങ്ങൾ പഠിച്ചിട്ട് ഓർമ്മയില്ല. പ്രഥമ മുതൽ എഴുതിക്കോ. നന്ദ ഭദ്ര ജയ രിക്ത പൂർണ്ണ. പ്രഥമക്ക് നന്ദ എന്ന് എഴുതണം, ദ്വിതീയക്ക് ഭദ്ര എന്ന് എഴുതണം, തൃതീയക്ക് ജയ എന്ന് എഴുതണം, ചതുർത്ഥിക്ക് രിക്ത എന്ന് എഴുതണം, പിന്നെയോ പൂർണ്ണ. അങ്ങനെ മാറി മാറി വരും. നന്ദ ഭദ്ര ജയ രിക്ത പൂർണ്ണ. നന്ദ പഞ്ചമി ഷഷ്ഠി നന്ദ ഭദ്ര ജയ രിക്ത പൂർണ്ണ. നന്ദ ഭദ്ര ജയ രിക്ത പൂർണ്ണ. എന്തായി? പൗർണമിയായി. വീണ്ടും കൃഷ്ണപക്ഷ പ്രഥമ നന്ദ ഭദ്ര ജയ രിക്ത പൂർണ്ണ. നന്ദ അയ്യഞ്ചെണ്ണം, നന്ദ 15 തിഥിയല്ലേ ഉള്ളൂ. നന്ദ ഭദ്ര ജയ രിക്ത പൂർണ്ണ. ഇങ്ങനെ മാറി മാറി വരും. അങ്ങനെ കണക്കൂട്ടിയാല് ശുക്ലപക്ഷ ചതുർത്ഥി എന്ത് വരും? രിക്ത വരുമല്ലോ. ദാ നന്ദ ഭദ്ര ജയ രിക്ത പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി. പിന്നെ പൂർണ്ണ വന്നു. വീണ്ടും നന്ദ ഭദ്ര ജയ രിക്ത പൂർണ്ണ. എവിടെ വരും? പഞ്ചമി വരും. ഷഷ്ഠി സപ്തമി അഷ്ടമി നവമി. നവമി എന്ത് വരും? രിക്ത വരും. ചതുർദശി ഇതുപോലെ രിക്ത വരുമല്ലോ. കൃഷ്ണപക്ഷത്തിന് വരും. അതുപോലെ ശുക്ലപക്ഷത്തിൽ ഇതേപോലെ വരില്ലേ? രിക്ത ചതുർത്ഥി, നവമി രിക്ത, ചതുർദശി ശുക്ല ചതുർദശി രിക്ത വരില്ലേ? പിന്നെ പൗർണമി വന്നു, അല്ല അത് അമാവാസ്യ വന്നു. എന്തായി? അങ്ങനെ വന്നാലും എന്തായി? ഇത് വന്നു. ഈ തിഥിയുടെ ദോഷം വന്നു അർത്ഥം. അപ്പോ ശുക്ലപക്ഷ പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി പൂർണ്ണ തിഥി കഴിഞ്ഞു. ഇത് നിങ്ങൾ ഇത്ര ഓർമ്മിക്കണ്ടു. നന്ദ ഭദ്ര ജയ രിക്ത പൂർണ്ണ. അത് വരിക്ക് പഠിച്ചേക്കണം. അപ്പൊ രിക്ത തിഥി എന്ന് പറയുന്നത് ഏതാണ്? ചതുർത്ഥി, നവമി, ചതുർദശി. ഇൻ ബോത്ത് പക്ഷ, ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും ഇത് രണ്ടും എങ്ങനെ വരുന്നത്? ഈ തിഥികളെല്ലാം ഒരേപോലെ വരുള്ളൂ. അതിലെന്ത് ദോഷമുണ്ട്? ഗണ്ഡാന്തം ഉഷ്ണം വിഷം. ഈ ഉഷ്ണം വിഷം ഞാൻ എഴുത്തു തരാം. അവിടെ നിർത്തി കാട വെച്ചത്. ഈ നക്ഷത്രം 27 എഴുതിയിട്ട് ഇതിന്റെ ഉഷ്ണഘടി ഏത് വിഷഘടി ഏതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗണ്ഡാന്തം ഉഷ്ണം വിഷം സ്ഥിരകരണം ഞാൻ പറഞ്ഞു. രിക്ത പറഞ്ഞു. വിഷ്ടികരണം ഈ ഇതന്നെ ചലകരണത്തിലെടുത്ത് വിഷ്ടി. സിംഹോ വ്യാഘ്ര വരാഹശ്ച ഖര ഇഭ പശു വിഷ്ടി. 7ാമത്തെ കരണം. അങ്ങനെ വിഷ്ടികരണം വരുന്ന എല്ലാ ക്ഷണാർദ്ധേന തതോ വിഷ്ണി ലോകാഭാവായ ജായത് പ്രമാണങ്ങൾ വരും. അപ്പൊ വിഷ്ടികരണങ്ങൾ എന്ത് പറ്റില്ല? എടുത്താൻ പറ്റില്ല. വിഷ്ടികരണങ്ങൾ എടുക്കാൻ പറ്റില്ല. ഗണ്ഡാന്തം പറ്റില്ല, ഉഷ്ണം പറ്റില്ല, ഗണ്ഡാന്ത ഉഷ്ണം വിഷം പറ്റില്ല, സ്ഥിരകരണം പറ്റില്ല, രിക്ത പറ്റില്ല, അഷ്ടമി പറ്റുകയില്ല. കൃഷ്ണാഷ്ടമിന് പറ്റും, വിവാഹത്തെ പറ്റുകയും എക്സംഷൻ വരുന്നുണ്ട്. അഷ്ടമി പറ്റില്ല, വിഷ്ടി പറ്റില്ല. അപ്പോ വിഷ്ടികരണങ്ങള് പറ്റില്ല എന്നർത്ഥം. വിഷ്ടയോ പിന്നെ ലാടം ഏകാർഗളം വൈധൃതം ഇത്രയും കാര്യങ്ങളൊന്നുമില്ല. ലാടേകാർഗള വൈധൃത സാർപ്പമസ്തകം. സാർപ്പമസ്തകം എന്ന് പറഞ്ഞാൽ എന്തെന്ന്? അഹിശിരസ് സാർപ്പമസ്തകം, സർപ്പത്തിന്റെ തല. അപ്പോ ഇത്ര കാര്യങ്ങൾ എന്തുണ്ട്? ഇത്രയും കാര്യങ്ങള് ഇതിൽ പറയുന്നുണ്ട്. ഇതിലുള്ള വ്യാഖ്യാനവും ബാക്കിയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഇനി അടുത്തതാ ഗണ്ഡാന്തം ഞാൻ പറഞ്ഞു, ഉഷ്ണം പറഞ്ഞില്ല, വിഷം പറഞ്ഞില്ല, സ്ഥിരകരണം പറഞ്ഞു, രിക്ത പറഞ്ഞു, അഷ്ടമി പറഞ്ഞു, വിഷ്ടി പറഞ്ഞു. ലാടം ഏകാർഗളം വൈധൃതം മഹീശ്വരസ്. ലാടേകാർഗള വൈധൃതങ്ങളിലെ പഞ്ചാംഗം നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ കണ്ട് ശരിയാക്കിയാൽ മതി. ലാട വൈധൃത സൂര്യേന്ദു സന്ധ്യാചതുഷ്ടയം വർജ്യം മുഹൂർത്തത്തിൽ പറയുന്നു. മുഹൂർത്തരത്നത്തില് സന്ധ്യാചതുഷ്ടയം ഭൂഗമംഗം മധ്യ ഇഷ്ടം പോലെ അതിന്റെ കുറെ ചർച്ചകളുണ്ട്. ഇത് ഭൂകമ്പം കൂടി വന്നാൽ എന്ത് ചെയ്യണം? 3 ദിവസം വർജിക്കണം. 3 ദിവസം വർജിക്കണം എന്നർത്ഥം. പിന്നെയോ ഈ മേഘഗർജനം അതെല്ലാം വന്നാൽ ഭൂമികമ്പവും അതോടുകൂടി നമ്മൾ ഈരടക്കുന്നുണ്ട്. മേഘവിസ്ഫോടനം ഉണ്ടായിട്ട് മഴ പെയ്തൊക്കെ പറഞ്ഞില്ലേ? അതെല്ലാം വന്നാൽ ഈ പറഞ്ഞ പോലെ 2 ദിവസം വർജിക്കേണ്ടതുണ്ട്. പിന്നെ ഇഷ്ടംപോലെ ഈ എന്താ പറയണ്ടേ പ്രമാണങ്ങളും കാര്യങ്ങളും അവരുടെ ദേശങ്ങളിലും കാര്യങ്ങളിലായിട്ട് ഇഷ്ടം പോലെ പറയുന്നെന്ന് അർത്ഥം. ഇനി സംക്രാന്തി
സംക്രാന്തി ഉണ്ട്. അതും എന്താണ്, അതും ഈ പറഞ്ഞ പോലെ ഗണ്ടാതമ്പത്തോട്ട് വർജിക്കേണ്ട സൂത്രമാണ് ഈ സംക്രമം എന്ന് പറയുന്ന സാധനം. അപ്പോ എന്താ ഈ വരാത്തൊരു കാര്യം സംക്രാന്തി ഇത് പറഞ്ഞു. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് ഓരോ ഗ്രഹങ്ങളെ ബിംബകാലം അത് ഇതിനെ ഇഷ്ടം പോലെ വ്യാഖ്യാനങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട് എന്നർത്ഥം. ഒരു മിനിറ്റ്. ഇനി കുറെ ഇത് പറയുന്നത് ഈ നിത്യയോഗത്തിൽ മൃത്യുയോഗം കൊണ്ടൊന്ന് വരും. നമ്മളെ ഈ പറയുന്ന വിഷ്കമ്മ പ്രീതി ആയുഷ്മാൻ അതല്ലാണ്ട് വരുന്ന യോഗങ്ങളാ പറയുന്നത്. മൃത്യുയോഗം എന്നൊരു സാധനം വരുന്നുണ്ട്. മഖ എഴുതിക്കോ. മകം, വിശാഖം, തിരുവാതിര, മൂലം, ചതയം, രോഹിണി, ഉത്രാടം. ഈ ഈ നക്ഷത്രങ്ങള് സൂര്യാദിവാരം, അതായത് സൂര്യവാരവും ഞായറാഴ്ചയും മകവും, വിശാഖവും തിങ്കളാഴ്ചയും, തിരുവാതിരയും ചൊവ്വാഴ്ച, മൂലം ബുധനാഴ്ച, ചതയം വ്യാഴാഴ്ച, രോഹിണി വെള്ളിയാഴ്ച, ഉത്രാടം ശനിയാഴ്ച. ഇങ്ങനെ വന്നാൽ എന്താ, ഇങ്ങനെ കൂടി വന്നാൽ അന്ന് മൃത്യുയോഗമുണ്ട്. ആ മൃത്യുയോഗം വന്നാൽ ഈ പറഞ്ഞ പോലെ എടുക്കാൻ പറ്റില്ല. മൃത്യുയോഗ മഖാശൂർപ്പ രൗദ്ര മൂല പ്രചേതസഹ രോഹിണീജ ഉത്തരാഷാഢ യുക്ത സൂര്യാദിവാസരൈഹി. ഇങ്ങനെ കൂട്ടിയാൽ കിട്ടില്ല. അതെല്ലാം മൃത്യുയോഗം വരുന്നുണ്ട്. അങ്ങനെ ആ മൃത്യുയോഗം വർജിക്കുന്ന ഇതെല്ലാം എന്താണ്, ഇത് മൂലത്തിലുള്ളതല്ല. വ്യാഖ്യാനങ്ങളിലും അതിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ദഗ്ധയോഗം, മൃത്യുദഗ്ധാദി യോഗേഷു പ്രശ്നമാർഗത്തെല്ലാം വരുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ. തിഥിവാര നക്ഷത്ര യോഗങ്ങള് ഇതെല്ലാം മറ്റേ ധൂമകേതു ദർശനം ഇതെല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് അവിടെ വെച്ചാല് ഇനി ഓരികരയില് ശിവാരതെല്ലാം വന്നാൽ എന്ത് ചെയ്യും അതിനെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഒരു ദിവസം വർജിക്കണം. ഇതെല്ലാം അന്നത്തെ കാലത്ത് ഇപ്പൊ കുറുക്കനെ ഒന്നും കാണാനില്ല, എന്നാലും പേടിക്കണം. അതെല്ലാം പോയി. ബാക്ടീരിയ എല്ലാം അങ്ങനെ ശല്യായി, ബേജാറാക്കാനില്ല. ഗണ്ടാന്തം പറഞ്ഞു. ഇനി അടുത്ത എന്താ വേണ്ടേ? ഗണ്ടാന്തം. ഇനി ഉഷ്ണത്തിന്റെ ഇതാ എഴുതേണ്ടത്. ഉഷ്ണശിഖ എന്ന് പറയുന്ന ഒരു നക്ഷത്ര ദോഷമാണ്. ഉഷ്ണശിഖ എന്ന് പറയുന്നത് ഒരു നക്ഷത്ര ഇതാണ്. അതില് നിങ്ങൾ അത് ഒരു ടേബിൾ പോലെ എഴുതിയാൽ മതി. അശ്വിനി നക്ഷത്രത്തിലെ രണ്ടാമത്തെ യാമം, ഒരു യാമം 3 മണിക്കൂറാണ്. ഒരു യാമം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. അതില് രണ്ടാമത്തെ യാമം എന്ന് പറഞ്ഞാൽ അശ്വിനി നക്ഷത്രം തുടങ്ങിയിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത 6 മണിക്കൂർ വരെ എന്നിട്ട് അശ്വാം യാമോ ദ്വിതീയ ശരവിത ഘടിക യാമ്യഭേ അന്ത്യേ നവസ്യുഹു നാട്യ ദ്വാവിംശതാദ്യാഹ ശിഖിനി പവനഭാന്തം തഥാ തിത്രരേവം ശൂർപ്പസ്യ ആദ്യ അഷ്ട നാട്യ വസുമിത ഘടിക മൈത്രഭേ അന്ത്യോ ദശസ്യുഹു നാട്യോധോ ശക്രഭാർത്ഥ പുനരപി നിറുത്തേ തൃത്രരേവം തഥോഷ്ണം. ഈ ഉഷ്ണഘടിക നിങ്ങളെ ടേബിൾ അങ്ങ് എഴുതി വെച്ചോ. ഈ ശ്ലോകം പഠിക്കലെന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് കഷ്ടപ്പാടാണ്. അശ്വിനിന്റെ ആദ്യത്തെ 7.5 നാഴിക 3 മണിക്കൂർ. ആ അശ്വാം യാമോ ദ്വിതീയ 7.5 മണിക്കൂർ കഴിഞ്ഞ് 7.5 നാഴിക, അതായത് 3 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത 3 മണിക്കൂർ. അദിത്യ തതഹ സാർദ്ധതത്വ നാഴിക. അങ്ങനെ വന്നാൽ എന്തായി? അങ്ങനെ വന്നാൽ അതിന് ഉഷ്ണദോഷം, അതായത് അശ്വിനി നക്ഷത്രത്തിന്റെ ആദ്യത്തെ 7.5 നാഴികക്ക് ശേഷം 15 നാഴിക വരെ ഉഷ്ണദോഷമുണ്ട്. അശ്വതി നക്ഷത്രത്തിന്റെ 7.5 നാഴികക്ക് ശേഷം 15 നാഴിക വരെ, അതായത് 3 മണിക്കൂറിന് ശേഷം രണ്ടാമത്തെ യാമം തുടങ്ങുന്നത് അടുത്ത 3 മണിക്കൂർ. 7.5 നാഴിക 3 മണിക്കൂർ, 3 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ 3 മണിക്കൂർ, പിന്നെ 7.5 നാഴിക,
അതിനെന്ത് പേര്? അശ്വതി നക്ഷത്രത്തിന്റെ ഉഷ്ണഘടികയുള്ള കാലാണ്. അടുത്തത് ഭരണി നക്ഷത്രത്തിന്റെ അവസാനത്തത് 5 ഘടിക എഴുതണം. അശ്വതിന്റെ എഴുതി, ഭരണീന്റെ എഴുതിക്കോ. ഭരണീന്റെ 5ാമത്തെ അവസാനത്തെ 5 ഘടിക, അതായത് 55 മുതൽ 60 ആണെങ്കിൽ അങ്ങോട്ട് കൊണ്ട് അതുപോലെ അവസാനത്തെ 5 ഘടികൾക്ക് എന്തുണ്ട്? ഈ ദോഷമുണ്ട്. ഏത് ദോഷം? ഉഷ്ണദോഷമുണ്ട് എന്നർത്ഥം. ആ ഭാഗം നല്ല ചൂടായി. അന്ത്യേ പഞ്ചഘടികാനാം ഉഷ്ണദോഷ. കൃത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ 21 നാഴിക, കൃത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ 21 നാഴിക എന്തുണ്ട്? 21 നാഴിക കഴിഞ്ഞിട്ട് 9 നാഴിക, 21 കഴിഞ്ഞിട്ട് 9 നാഴിക 30 നാഴിക വരെ എന്തുണ്ട്? ഉഷ്ണദോഷമുണ്ട് എന്നർത്ഥം. കാർത്തിക നക്ഷത്രത്തിന്റെ 21 to 30 വരെ എന്നിട്ട് ഉഷ്ണദോഷ. ഇനി രോഹിണി മുതല്, രോഹിണി, മകീരം, തിരുവാതിര, പുറതം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി വരെയുള്ള നക്ഷത്രങ്ങളെ നോക്കണ്ട്. നക്ഷത്രങ്ങൾക്കെല്ലാം എന്താണ്? രോഹിണി നക്ഷത്രം നേരത്തെ അതേ പറഞ്ഞ പോലെ അശ്വതിക്ക് പറഞ്ഞ അതേ റൂള്, അശ്വതിക്ക് പറഞ്ഞ അതേ റൂളാണ് ആർക്ക്? രോഹിണിക്ക്. ഭരണിക്ക് പറഞ്ഞ അതേ റൂളാണ് ആർക്ക്? മകീരത്തിന്. പിന്നെയോ തിരുവാതിരക്കോ ഇത് പറഞ്ഞില്ലേ, കാർത്തിക പറഞ്ഞിട്ട് അതേ ന്യായാണ് ആർക്ക്? തിരുവാതിരക്ക്. വീണ്ടും മകീരത്തിന്, അശ്വതിക്ക് പറഞ്ഞിട്ട് അതേ ന്യായാണ് മകീരത്തിന് പെരുമാൾ. ഭരണിക്ക് പറഞ്ഞ ന്യായാണ് തിരുവാതിര. അങ്ങനെ നിങ്ങൾ ഏതുവരെ കണക്ക് കൂട്ടണം? രോഹിണി മുതൽ ചോതി വരെ വരിക്ക് എഴുതുക. അശ്വിനി, ഭരണി, കൃത്തിക, അശ്വിനി, ഭരണി, കൃത്തിക, അശ്വിനി, ഭരണി, കൃത്തികക്കുള്ള ഘടികള് എത്ര നാഴികയാണോ അതിലെന്തുണ്ട്? ആ ഉഷ്ണദോഷം ബാധിക്കും. ഇത്രയില്ല. രോഹിണി മുതല് സ്വാതി വരെ എഴുതിയില്ലേ? അത് കഴിഞ്ഞിട്ട് ചോതി കഴിഞ്ഞല്ലോ. ഇനി വിശാഖം മുതൽ അങ്ങോട്ട്. വിശാഖത്തിന് ആദ്യത്തെ 8 നാഴിക എഴുതിക്കോ. വിശാഖത്തിന് ആദ്യത്തെ 8 നാഴിക ഉഷ്ണദോഷം. അനിഴത്തിന്, അനുരാധക്ക് എന്താണ്? അവസാനത്തെ 8 ഘടിക, അവസാനത്തെ 8 നാഴിക. വിശാഖത്തിന് ആദ്യത്തെ 8 നാഴിക, അനിഴത്തിന് അവസാനത്തെ 8 നാഴിക എന്നുണ്ട്. ഉഷ്ണദോഷമുണ്ട്. തൃക്കേട്ടക്കോ? തൃക്കേട്ടക്ക് ആദ്യത്തെ 20 നാഴിക കഴിഞ്ഞിട്ട് 10 നാഴിക, 20 നാഴിക കഴിഞ്ഞിട്ട് 20 നാഴിക കഴിഞ്ഞിട്ട് പറഞ്ഞാല് 20 നാഴിക എത്ര മണിക്കൂറായത് കണക്കൂട്ടിയാൽ മതി. 8 മണിക്കൂർ കഴിഞ്ഞാൽ എന്തായി? പിന്നെന്തായി? പിന്നെ 10 നാഴിക, പിന്നെ 4 മണിക്കൂർ. അത്രേ എഴുതുള്ളൂ. ഈ ഉഷ്ണദോഷമുള്ളൂ അർത്ഥം. തൃക്കേട്ട നക്ഷത്രത്തിന്റെ 20 കഴിഞ്ഞിട്ട് 30 നാഴിക, 30 വരെ എന്തുണ്ട്? ഉഷ്ണദോഷമുണ്ട്. ഇനി എന്തുണ്ട്? മൂലം, രേവതി ഇതേ ക്രമം തന്നെ. മൂലത്തിന് അതിന്റെ റൂള്, മൂലത്തിന് വിശാഖത്തിന്റെ റൂള്, ഊരാടത്തിന് അനിഴത്തിന്റെ റൂള്, ഉത്രാടത്തിന് തൃക്കേട്ടന്റെ റൂള്, തിരുവോണത്തിന് വീണ്ടും പഴയ പോലെ വിശാഖത്തിൻ്റെത്. വിശാഖം വരെയാണ് തൃക്കേട്ട, വിശാഖം വരെയാണ് തൃക്കേട്ടയുടെ ഘടികള് രേവതി വരെ വരിക്ക് എഴുതി വെക്കാം. അശ്വതി ഇനി അത്ര ആലോചി കണ്ടു. അശ്വാം വ്യാമോ ദ്വിതീയാശ്ലോകം ആരെയും എളുപ്പം കഴിഞ്ഞു. അശ്വിനി നക്ഷത്രത്തിന്റെ 2ാം യാമം, ഭരണി നക്ഷത്രത്തിന്റെ അവസാനത്തെ 5 നാഴിക, കൃത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ 21 കഴിഞ്ഞിട്ട് 30 വരെ 9 നാഴിക, പിന്നെ രോഹിണി മുതൽ ചോതി വരെ ഈ റൂള് ക്രമത്ത് കൊണ്ടുപോയാൽ മതി. ചോതി കഴിഞ്ഞാൽ വിശാഖത്തിന് 1 നാഴിക പറഞ്ഞിട്ടുണ്ട്, അനേഴത്തിലും പറഞ്ഞിട്ടുണ്ട്, തൃക്കേട്ടക്കും പറഞ്ഞിട്ടുണ്ട്. അത് ക്രമത്തിൽ എഴുതുക. മൂലം മുതൽ നേരിട്ടിട്ട് അങ്ങനെ അതേ ലെവലിൽ എഴുതാണ്ടായി നിങ്ങൾക്ക് എല്ലാറ്റിന്റെ വിഷഘടികകൾ കൃത്യമായിട്ട് കിട്ടും. അതിന് ശ്ലോകം വേണമെങ്കിൽ ശ്ലോകമുണ്ട്. ആ മുഹൂർത്ത ബുക്കിൽ നീളത്തിൽ വൃത്തിയായിട്ട് എഴുതിയിട്ടുമുണ്ട്. ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾ ചോദിച്ചാൽ ഞാൻ സ്പീഡ് ജാസ്തിയായി പോയെങ്കിൽ നാഴികയും മണിക്കൂറും എല്ലാം കൂടിയിട്ട് കൊരണ്ടി ഒരുവിധം മനുഷ്യന്റെ എന്താ പറയുക ദീമാഗ് ദഹി ബനാത്തേഹ എന്നൊരു കഥയുണ്ട്. 5 ജാതി ആയിക്കൂടാ. അതുകൊണ്ട് ഈ ഉഷ്ണഘടി അങ്ങനെ എന്താണ്? ഇനി ഉഷ്ണശിഖ എന്താണ്? ഗുളിക
ഉള്ള പോലെ തന്നെ എന്തുണ്ട്, ആ കാലേ ഉഷ്ണദോഷമുള്ളൂ, അതിന്റെ അപ്പുറം ഇപ്പുറത്തിന് എന്തില്ല, ദോഷമൊന്നുമില്ല. അപ്പൊ അത് മാത്രമേ എന്ത് വേണ്ടൂ, ഉഷ്ണ ദോഷം എന്ന് പറയുന്നത് ഉഷ്ണഘടികൾ എന്ത് വേണ്ടിയാണ് നിങ്ങൾ ഇത് ഒഴിവാക്കണം എന്നർത്ഥം. അതുപോലെ തന്നെ ഗുളികന എങ്ങനെ ഒഴിവാക്കിയോ അതുപോലെ തന്നെ ഇനി എന്ത് വേണം, ഒഴിവാക്കണം. ഗുളിക പ്രകടനത്തിൽ എന്തെല്ലോ കാര്യങ്ങൾ ചില പിന്നെ ധർമ്മശാസ്ത്ര കാര്യങ്ങളാണ് പറയുന്നത്, ഇഷ്ടം പോലെ ആവശ്യമില്ലാതെ വിട്ടെ. ഇതില് ചെറിയൊരു എക്സംഷൻ റൂൾസ് എല്ലാം കുറെ കൊടുത്തിട്ടുണ്ട്. ആ ദ്രേക്കാളത്തിന് മാത്രമേ ദോഷമുള്ളൂ, പിന്നെ ഇല്ല കുറെ തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നെന്ന് അർത്ഥം. ഇനി വിഷഘടിക, ഗണ്ടാന്തം കഴിഞ്ഞു, ഉഷ്ണം കഴിഞ്ഞു. വിഷഘടികക്ക് നിങ്ങള് അതിന് അക്ഷരസംഖ്യാക്രമത്തിലെ ഒരു ശ്ലോകമുള്ള അങ്കേ നൈവ വിയത് പയോ നില നരോ രാഗി നഗം നാഘു ദിവ്യം രാഷ്ട്ര നരോ ഭയോ വിട നട വാദ്യ നരോ വീരരുച് നിഷ്ഠ നിത്യ നയ ഉദക തുക വിരാട് നിംബ നിശ. കാർത്തിക മുതൽ കണക്കൂട്ടണം. ഹവ്യാശാദിഷു താൻ അദിത്യപരതോ നാട്യശ്ചതസ്രോ വിഷം. ഞാൻ പറയുന്ന സംഖ്യകള് ആദ്യം എന്ത് ചെയ്യാ, നിങ്ങള് അക്ഷരസംഖ്യാക്രമത്തിന്റെ എഴുതാൻ പഠിക്കും വിചാരം. അക്ഷരസംഖ്യ എഴുതിക്കോ. കാർത്തിക എഴുതണം. കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുറതം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, മത്തം, ചിത്ര, ജ്യോതി, വിശ, രേവതി വരെ എഴുതി വെക്ക്. വരിക്ക് 27 നക്ഷത്രം വരട്ടെ, അശ്വതി ഭരണി വരെ ആയി. അശ്വതി ഭരണി കാർത്തിക എഴുതിക്കൂടാ. കാർത്തിക, രോഹിണി, മകീരം എഴുതണം. ഹവ്യാശാദിഷു, ഹവ്യം എന്ന് പറഞ്ഞാൽ ഹവ്യാസാന അഗ്നി നക്ഷത്രം മീൻസ് കൃത്തിക. കൃത്തിക നക്ഷത്രം മുതൽ എഴുതി വെക്കണം. കാർത്തിക എഴുതിക്കോ. രോഹിണി, മകീരം, തിരുവാതിര, പുറതം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം എന്ന് വരിക്ക് എഴുതുക. എഴുതി വെച്ചിട്ട് കാർത്തികേയന് നേരെ എഴുതി ആക്കിയാ മതി. കാർത്തിക മുതൽ എഴുതിക്കോ. ഒരു മിനിറ്റ്.
എഴുതിക്കോ. കാർത്തിക കാർത്തിക് അങ്കേ കാർത്തിക് അങ്കേ ആ 0 ഗ 30 30 to 34 4 കഴിയുക 30 to 34 കാർത്തിക. രോഹിണി നെയ്വ 0 40 നെയ്വ 40 to 44 വിയത്ത് വാ 4 യാ 1 14 14 to 4 18 വരെ 14 to 4 18 അങ്കേ നെയ്വ വിയത്ത് പയ പ 1 യാ 1 11 11 to 15 നില നീ 0 ല 3 30 30 to 34 രാഗി രാ 2 ഗ 3 എഴുതിക്കോ. അങ്കേ കാർത്തിക നെയ്വ രോഹിണി വിയത്ത് മകീരം. നിങ്ങൾ എല്ലാ നക്ഷത്ര കണക്കായി എഴുതിയാൽ മതി. അങ്കേ നെയ്വ വിയത്ത് പയോ നില നര രാഗി നഗം നാഖു ദിവ്യം രാഷ്ട്ര നര ഭയ വിട നട വാദ്യ നര വീര നിഷ്ഠ നിത്യ നയ ദക തുക വിരാട് നിംബ നിശ വക്ര. ഇപ്പൊ അശ്വതി കഴിഞ്ഞിട്ടുണ്ടാവും. ഒന്നുകൂടി പറയാം. കാർത്തിക മുതൽ എഴുതിക്കോ. അങ്കേ കാർത്തിക മുതൽ എഴുതിക്കോ. അങ്കേ നെയ്വ വിയത്ത് പയ നില നര രാഗി നഗം നാഘു ദിവ്യം രാഷ്ട്ര നര ഭയ വിട നട വാദ്യ നര വീര നിഷ്ഠ നിത്യ നയ ദക തുക വിരാട് നിംബ നിശ വക്ര. ഇത് ഈ സംഖ്യക്ക് ശേഷം 4 ഘടി. ഹവ്യാസാദിഷു താൻ അതീത്യപരതോ നാട്യചതസ്രോ വിഷം. ഇതിന് ശേഷം വരും വിഷഘടിക എന്നുള്ള ദോഷം വരുന്നുണ്ട്. ഇനി ആ വ്യാഖ്യാനത്തിലെ മുഹൂർത്തവധി ബുക്ക് ഉണ്ടെങ്കിൽ നീളത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ക എന്ന് പറയുന്നത് 30 ആകുന്നു. 30 കൃത്യക്ക് 30 കഴിഞ്ഞിട്ട് 34 വരെ എന്ന് വിഷഘടികാ ദോഷമുണ്ട്. പിന്നെ ഇതിനെല്ലാം കുറെ അധികം വന്നിട്ടെന്ന് വെച്ചാല് ഈ വിഷഘടിക ഇതെല്ലാം കുറച്ച് ജാസ്തി ഉണ്ട്, കുറവുണ്ടെന്നിട്ട് വലിയൊരു ലഹള നടക്കണ്ട. നോക്കാനാണ് നിൽക്കട്ടെ, ലഹളക്ക് പോണ്ട. മുഹൂർത്തരത്തത് പറയുന്നുണ്ട്. ഊർധ്വം ഹസ്തേ സമിന്നാട്യാഹ പഞ്ചനാട്യോ വിഷാഹ്വയ. അയാൾ വേറെ തന്നെ പറയുന്നുണ്ട്. ഗണ്ഡാന്തം ഉഷ്ടം ആയി വിഷായി, സ്ഥിരകരണം റിക്ത അഷ്ടമി, ലാടം വൈധൃതം അഹിശിരസ്. ഇനി അതും കൂടി ഞാൻ തീർത്തേക്കാം. അഹിശിരസ് എല്ലാം കൂടി 8 വിഷ്ടികരണം വരും. 8 വിഷ്ടികരണം വരും. എല്ലാം കൂടി 8 വിഷ്ടികരണം വരും. ശുക്ലപക്ഷത്തില് അഷ്ടമി, പൗർണമി, 2 പൂർവാർത്ഥം പിന്നെ വരുന്നതെല്ലാം അത് വിഷ്ടികരണമായിട്ട് വരുക. വൃഷ്ടി ഉത്തരെ, പിന്നെയോ ഏകാദശി, ചതുർത്ഥി കൃഷ്ണപക്ഷത്തില് അതെന്ത് വരും? ഉത്തര തിഥികളിൽ എന്ത് വരും? ഈ വിഷ്ടി എന്ന് പറയുന്ന ദോഷം വരും. ഒട്ടാകെ 8 വിഷ്ടികരണങ്ങളാ വരുക. ശുക്ലപക്ഷത്തില് അഷ്ടമി, പൗർണമി, 2 ഏകാദശി,
പിന്നെ ഒരു ചതുർത്ഥി, 2 ചതുർത്ഥി, 2 2 4 4 4 8 ആയി. പിന്നെ ചില ആൾക്കാര് വിഷ്ടികരണത്തിന്റെ അന്ത്യഭാഗം, അതായത് വിഷ്ടികരണത്തിന്റെ അവസാനത്തെ 3 നാഴിക ശുഭം എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. എങ്ങനെ വെച്ചാൽ ഒരു പ്രമാണം പറയുന്നത് വെച്ചാല് വിഷ്ടിപുച്ഛം ശുഭം തദന്ത്യേ ത്രിനാഴിക. നമ്മൾ അംഗീകരിക്കുന്നില്ലേ? നമ്മൾ അംഗീകരിക്കുന്നില്ല. വിഷ്ടിന്റെ പുച്ഛം ഒരുവിധം പറ്റുന്നുണ്ട്, തകരാറില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ വിഷ്ടിന്റെ ആദ്യകാലവും അന്ത്യകാലവും എടുക്കാൻ പാടില്ല എന്നിട്ട് മുഹൂർത്ത ദീപികത്തിന് പറയുന്നുണ്ട്. ഇതെല്ലാം പിന്നെ ഭൃഗു മഹർഷി പറയുന്നത് ഇതിനെല്ലാം പരിഹാരം ചെയ്താൽ മതി എന്നാ പ്രശ്നം തീരുന്നിട്ട് ഭൃഗു മഹർഷി പറയുന്നുണ്ട്. ഇതിനൊക്കെ പിന്നെ ഇഷ്ടം പോലെ എന്നിട്ട് ഈ ഒഴിവ് കഴിവുകൾ ഓരോ ആൾക്കാർ, ഭരദ്വാജന്റെ പദം ഒരു ഭാഗം പറയുന്നുണ്ട്. വിഷ്ണു ലക്ഷണം എങ്ങനെ വിഷ്ണു വരുക? കരാളി, നന്ദിനി, രൗദ്രി, സുമുഖി, ദുർമുഖി തഥാ ത്രിശിര, വൈഷ്ണവി, സിംഹീതി അഷ്ടഭേദസ്തു വിഷ്ടയ. 8 ഭേദങ്ങള്, അഷ്ടഭേദാസ്തു വിഷ്ടയ അർത്ഥത്തില് പറയുന്നുണ്ട്. ദുർമുണ്ടമാല, മാലാജ, രുദ്ര, സപ്തവിധാ സ്മൃത, അങ്ങനെ കുറെ തരത്തില് ഈ വിഷ്ണുവിന്റെ സ്വരൂപം പറയുന്നുണ്ട്. അതിനൊക്കെ പരിഹാരവും പ്രാർത്ഥന എല്ലാം കൊണ്ട് നേരെയാക്കാന്ന് പറയുന്നുണ്ട്. ലാടം, മേഘാർഗളം, വൈധൃതം എല്ലാം ഗണിതം കൊണ്ട് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് ടൈറ്റ് ആയതുകൊണ്ട് അവിടെ കരയിലേശം നമുക്ക് പേരുകൊണ്ട് മാത്രം നിർത്താം. പിന്നെയോ ഇനി അടുത്ത ഏതാ വേണ്ടേ? ഈ സാർപ്പമസ്തകം. വ്യതിപാതത്തിന്റെ ലക്ഷണം ഈ ലോകാഭാവായ ജായതെ വലിയ വിനാശിക്ക് വ്യതിപാത പ്രസിദ്ധോത സംജ്ഞ. അത് പതിക്കുന്നതല്ല വ്യതിപാതം എന്ന് പറയുന്നത്. കറുത്ത നിറത്തില് സകൃഷ്ണോ ധാരണ ബഹു ലോഹിതാക്ഷോ മഹോദര അങ്ങനെയായിട്ട് പറയുന്നുണ്ട്. ലാണം, വൈധൃതം, ദന്താദൂന ശബ്ദ സ്പർശമോക്ഷാർത്ഥോ പരിണമതി. അതല്ല ഇതില് പറയണേ ഏതൊക്കെയാ വരുന്നെല്ലാം പറഞ്ഞു. കാരണം പിന്നെ ഗ്രഹണഗണിതത്തിന്റെ എല്ലാം ബാക്കിയുള്ള ഇത് പ്രശ്നമാണ്. ചക്രാർത്ഥയോഹോ വ്യതിപാത ദോഷരാജസ് സവർശുഭം. ആ വിധി വന്നിട്ട് അടുത്ത നക്ഷത്രത്തിനെയും കൂടി ഇത് പിടിക്കുന്ന പറയാം. ഒരാളോരോ തരത്തിൽ പറയാം. ഇഷ്ടം പോലെ ഇത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഏതാ വേണ്ടത് വെച്ചാല് സാർപ്പമസ്തകം എന്ന് പറയുന്നത് അതൊരു കുറച്ച് ഈസിയായ സംഭവമാണ്. ഈ സാർപ്പമസ്തകം എന്ന് പറയുന്ന ദോഷം മണ്ഡലഹീന രവേഹെ വെച്ചാല് 12 സൂര്യസ്ഫുടം കഴിക്കണം. 12:00 എന്ന് എഴുതുക. നേരത്തെ പണ്ട് തിരുസ്ഫുടം കഴിക്കുകയും ചെയ്തൊക്കെ ചെയ്തില്ലേ? അതുപോലെ സൂര്യസ്ഫുടം 12 കഴിച്ച് കിട്ടിയിട്ടില്ല ബാക്കീന മണ്ഡലഹീന രവേഹെ രത്ന സന നിത്യ പൂജ്യ ഭയ തുല്യ ദൈത്യ
നരർഷ തസ്മിന്നാദൗ നാഡീ സമം ഏകാർഗളം. അതിന് ഈ ദോഷമുണ്ട് അർത്ഥം. ഏകാർഗള ദോഷം. ലാട ഏകാർഗള വൈധൃതാഹീശ്വരസ് പറയുന്നുണ്ട്. ഇതിപ്പോ ഏകാർഗളം എന്ന് പറയുന്ന ദോഷം. 12 നിന്ന് സൂര്യസ്ഫുടം കഴിച്ചിട്ട് നക്ഷത്രം കണ്ടാൽ അതിൽ നിന്നുള്ള നക്ഷത്രം, അത് ചന്ദ്രനക്ഷത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇടാം എണ്ണുന്നത് സൂര്യനക്ഷത്രവും വരുന്നത് ചന്ദ്രനക്ഷത്രവും വന്നുകൂടാ. എങ്ങനെയാന്ന് വെച്ചാല് 12 എഴുതിക്കോ. 12 മൈനസ് സൂര്യസ്ഫുടം, അതിൽ നിന്ന് രത്ന രാ രാ 2 അല്ലേ, 0 2-ാം നക്ഷത്രം, സന 7-ാം നക്ഷത്രം, നിത്യ 10-ാം നക്ഷത്രം, പൂജ്യ 11-ാം നക്ഷത്രം, ഭയ 14-ാം നക്ഷത്രം, തുല്യേ ദൈത്യനരർക്ഷേ തസ്മിന്നാദൗ നാഡീ സമം ഏകാർഗള ദോഷ. ആദ്യം എന്ന് വെച്ചാല് ഈ മണ്ഡലത്തിന് കഴിച്ചിട്ട് ഈ 1-ാമത്തെ സെറ്റിലുള്ള ഇത്രയും പറഞ്ഞ സംഭവങ്ങളെല്ലാം എന്ത് ചെയ്യണം? നിങ്ങൾ ഒഴിവാക്കണം. തന്നഗ്രം സമക്ഷ, അത് ഇതിലുള്ള അത്ര, അത് കുറച്ച് ടൈറ്റാണ്, അത്ര നാഴിക മാത്രമേ നിങ്ങൾ ഇതാക്കണ്ടോ. ഏകാർഗളം എന്ന് പറയുന്നത് ഈ ദോഷത്തിനെ തത്കാല സൂര്യസ്ഫുടം 12 കഴിച്ചിട്ട് ബാക്കിയുള്ള നക്ഷത്രം കണ്ടാല് ആ നക്ഷത്രത്തിന് മൊത്തം ഉണ്ട് ഏകാർഗള ദോഷം ഉണ്ട് എന്നൊരു പക്ഷം. ആ ഉണ്ടെന്ന് ചെയ്യണം, അതിന് മുഴുവനായിട്ട് വർദ്ധ ചെയ്യണം. പക്ഷേ പിന്നീട് എന്ന് വെച്ചാൽ ഈ സ്ഫുടത്തിൽ നക്ഷത്ര നാഴിക എത്ര പോയിട്ടുണ്ടോ അത്ര നാഴികക്ക് മാത്രമേ ദോഷമുള്ളൂ എന്ന് വേറൊരു പക്ഷമുണ്ട്. ആ നാഴിക കഴിഞ്ഞാൽ പിന്നെന്തില്ല, ആ നക്ഷത്ര ഏകാർഗള ദോഷമില്ല. എന്ന് വെച്ചാല് അഭുക്തത്തിന് ദോഷമില്ല, ഭുക്തത്തിന് മാത്രമേ ദോഷമുള്ളൂ അർത്ഥം. കുറച്ച് ഇതെല്ലാം പറഞ്ഞാൽ നിങ്ങൾ പുതിയ പുതിയ വാക്കായതെല്ലാം അതുകൊണ്ട് ലേശം ഉണ്ടായി. അപ്പൊ എന്ത് വേണ്ട, 1-ാമത്തെ മുഴുവൻ പോയിക്കോട്ടെ, പിന്നെയുള്ളത് എന്ത് വേണ്ട, മുഴുവൻ വേണ്ട. ആ നക്ഷത്രത്തില് എത്ര നാഴിക ചെന്നിട്ടുണ്ടോ ബാക്കിയുള്ള നക്ഷത്രങ്ങളിൽ അത്ര നാഴിക എന്ത് ചെയ്യണ്ടോ ഈ ഏകാർഗള ദോഷം ചർച്ച ചെയ്യേണ്ടത് അർത്ഥം. പ്രഥമ ഏകാർഗളം. 2-ാമത് ഏകാർഗള നക്ഷത്രത്തിന് 2, 7, 10, 11, 14, 16, 18, 20 ഈ 8 നക്ഷത്രത്തിനുണ്ട് ഏകാർഗള ദോഷമുണ്ട്. ആ 1-ാമത്തെ ലൈൻ 2-ാമത്തെ ലൈൻ വരിക്കെന്ത് ചെയ്യണം, ഈ 9 നക്ഷത്രത്തിന് ഏകാർഗള ദോഷം ഉണ്ട് എന്ന് നിങ്ങൾ ധരിക്കണം. ആദ്യത്തെ നക്ഷത്രം ഏകാർഗളായില്ലേ, അത് കഴിഞ്ഞിട്ട് 1, അതിന്റെ എത്രാമത്തെ നക്ഷത്രം, 2-ാമത്തെ നക്ഷത്രം, 3-ാമത്തേത്, 10-ാമത്തേത്, 11-ാമത്തേത്, 14-ാമത്തേത്, 16-ാമത്തേത്, 20-ാമത്തേത്, ഇതൊക്കെ എന്തുണ്ട് ഈ 8, ആദ്യത്തെ 9 ഒന്നും 9 ഈ 9 നക്ഷത്രം എന്തുണ്ട് ഏകാർഗള ദോഷമുണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുണ്ട്, പിന്നെ 1-ാമത് ഇത് വരുമല്ലോ, പിന്നെയും ഈ 1, 2 അത് വരുമല്ലോ, അതിനും എന്തുണ്ട് ഈ ഏകാർഗളമുണ്ട്. പക്ഷെ അതിനൊക്കെ എത്രയേ തകരാറുള്ളൂ, ആ നക്ഷത്രം ചെന്നത്രേ തകരാറുള്ളൂ, മുഴുവനില്ല ഏകാർഗള ദോഷം ഇല്ലാതെ. അപ്പോ ആ ഏകാർഗള ദോഷം അവിടെ നിൽക്കട്ടെ. സൂര്യസ്ഫുടം -12 ഈ സംഖ്യകൾ എണ്ണുക. അതിൽ ആദ്യത്തെ സൂര്യസ്ഫുടം കഴിച്ചു വരുന്ന ആ നക്ഷത്രത്തിന്റെ സമ്പൂർണ്ണ ഏകാർഗള ദോഷമുണ്ട്. ആ ഏകാർഗളം അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള എത്രയേ ഉള്ളൂ, ഈ നക്ഷത്രം എത്ര ഘടി ചെന്നിനോ അത്ര ഘടിയെ ബാക്കിയുള്ള നക്ഷത്രങ്ങൾക്ക് എന്തുള്ളൂ ഈ ഏകാർഗള ദോഷം വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ട് അഹിശിരസ് സാർപ്പമസ്തക യോഗം. സാർപ്പമസ്തക മണ്ഡലാന്ന് ചന്ദ്രാർക്ക യോഗം, അതായത് നമ്മൾ നിത്യയോഗം കാണുന്നില്ലേ, ആ നിത്യയോഗം അരിഴം നക്ഷത്രത്തിൽ തട്ടിയാല്, നിത്യയോഗം കൊണ്ട അതിന് നക്ഷത്രത്തിന്റെ രൂപം തട്ടിയാല് അതിനെന്ന് പറയും, അതിന് സാർപ്പമസ്തക ദോഷം എന്ന് പറയും. ആ സർപ്പദോഷം എന്താന്ന്, ചന്ദ്രാർക്കയോഗേ മൈത്രാന്തദളം സ്യാത് സാർപ്പമസ്തകം. ചന്ദ്രനെയും സൂര്യനെയും കൂടി കൂട്ടിയിട്ട് യോഗ നമ്മൾ കാണലുണ്ട്. അതുപോലെ നക്ഷത്രമാണ്, നക്ഷത്രം കണ്ടാല് അനേകം നക്ഷത്രത്തിന്റെ അന്ത്യത്തിൽ വന്നാൽ മൈത്ര അന്ത്യതളം അതിക്ക് തരാറില്ല. അന്ത്യതളം വന്നതിനുണ്ട് സാർപ്പമസ്തകം, അതെന്താവും അതിന്റെ തല പാമ്പിന്റെ തലയേക്കും പിടിച്ച് കടിക്കുക. അപ്പൊ അത്തരത്തിലുണ്ട്, അതിനെ ഒഴിവാക്കണം. സാർപ്പമസ്തക കണ്ടാന്തോ വിഷ്ണുരേകാർഗളസ്തഥ സ്വകാലയവ വർജ്യന്തേ ചത്വാരോ അമി ബുധൈരിഹ. ഉന്നതാരണം വർജിക്കണം ഇതുണ്ട്. പക്ഷെ നമ്മളെ മുഹൂർത്ത പദവി, കേരളദേശം, അതുപോലെ തന്നെ സദാചാരം, ഇതൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ നമ്മളിപ്പോ ഒരു മുഹൂർത്തം ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കാം നമ്മൾ സുമാർ പഞ്ചാംഗത്തിൽ അല്ലാണ്ട് നമുക്ക് ജീവിക്കണമല്ലോ. അങ്ങനെയുള്ള വണ്ടി വന്നാൽ
വിശോഷ്ണവിഷ്ടി ഗണ്ഡാന്ത ലാടൈകാർഗള വൈധൃതാഹ ഗുളിക അഹിശിരശ്ചൈതേ നവദോഷ ബലോത്തരാഹ. നമ്മളെ നവദോഷം തീർത്തിട്ട് ഒരു മുഹൂർത്തം ഉണ്ടാക്കണം എന്നാ പറയാം. നവദോഷം തീർത്തിട്ട് ഒരു മുഹൂർത്തം ഉണ്ടാക്കിയ എന്തായി? കേരളദേശത്തിൽ ഉള്ള ആചാരം നവദോഷം തീർത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യലാണ് ഇതിൽ അഡ്ജസ്റ്റ് ആണ്. ഈ അഡ്ജസ്റ്റ്മെന്റിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? വിഷ ഉഷ്ണ വിഷ്ടി ഗണ്ഡാന്തം ലാടം ഏകാർഗളം വൈധൃതം അഹിശിരസ് ഗുളികൻ ഇത്രയും സംഭവങ്ങൾ എന്ത് ചെയ്യണം? ഈ 9 ബലോത്തരാഹ നല്ല ബലമുള്ള ദോഷങ്ങളാണ്. അതിനൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ നിർബന്ധമായി നിങ്ങൾ ഒഴിവാക്കിയിരിക്കണം. നവദോഷങ്ങളെയും കൂടി തീർത്തിട്ട് മുഹൂർത്തത്തിന് നിങ്ങൾ തീർക്കണം. ഈ വിശോഷ വിഷ്ടി ഗണ്ഡാന്തം അതുപോലെ തന്നെ ഏകാർഗണം അഷ്ടമി ശുക്ലദൃഷ്ടി അപ്പൊ ഈ ഇങ്ങനെ കുറെ എന്തുണ്ട് ജടിലമായിട്ടുള്ള നിത്യദോഷത്തിന്റെ എന്താ പറയണ്ടേ ചർച്ചകളും കാര്യങ്ങളെല്ലാം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഇതിന് ബലം ഉള്ളത്, ബലവാദിക്കുള്ളത്, പിന്നെ ഓരോ മഹർഷിമാരുടെ മതങ്ങള് ഇഷ്ടം പോലെ സംഭവം. ഇതിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നാമമാത്രേണ പഠിക്കാം. പിന്നെ ഇത് മുഹൂർത്തം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ ഇതൊന്നും ദൈവാധീനം കൊണ്ട് ഇതിനെക്കുറിച്ച് ഇത് വെറുതെ ചർച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇതൊന്നും ആരും എന്തെന്നില്ല ഉപയോഗിക്കാൻ പറ്റും, ചിന്തിക്കൊന്നും കൂടിയില്ല. അതുകൊണ്ട് പേടിക്കാനില്ല. അപ്പോ ഇത്രയും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നാമഗ്രഹണം ഈ വിഷം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞേ ഉൽക്ക ഉർവീകരണം ഉപരാഗം ഗുളികൻ ചന്ദ്രന്റെ സ്ഥിതി ശുക്രദൃഷ്ടി രണ്ടാന്തം ഉഷ്ണം സ്ഥിരകരണം രക്ത അഷ്ടമി ദൃഷ്ടി അത് ഇതെല്ലാം പറഞ്ഞ ലാടം ഏകാർഗളം സർപ്പവസ്തകം ഈ പദങ്ങളെല്ലാം ഇതുണ്ട്. ഇങ്ങനെയൊക്കെ അന്നത്തെ കാലത്ത് ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കണം. ഇതേതെല്ലാം മുഹൂർത്തം വർജിക്കേണ്ടത് പറഞ്ഞില്ലേ? മുഹൂർത്തത്തിന് ഒരാൾ ചെയ്താൽ എന്താ? നിങ്ങളെ വംശത്തിന് പിടിക്കും. വേറെ ധാരാളൊന്നും ചെയ്യില്ല അദ്ദേഹം. മുഹൂർത്തമില്ലാണ്ട് കഴിച്ചാൽ ഒന്നും പഠിക്കേണ്ടായിരുന്നില്ല. പക്ഷെ വംശത്തിന്റെ ദോഷമാണ്, അവരവനും ദോഷമാണ്, വംശത്തിനും ദോഷമാണ്. നല്ല കാര്യങ്ങൾ നല്ല സമയത്ത് ചെയ്യണം. അപ്പൊ ഇത്രയും ദോഷങ്ങള് ഉണ്ട് എന്നും ഈ ദോഷങ്ങളിൽ കുറെ ദേശാചാരം, കുറെ സമ്പ്രദായങ്ങള്, പുതിയ ഗ്രന്ഥത്തിലെ വചനങ്ങൾ, ഇങ്ങനെ ഇഷ്ടംപോലെ ധർമ്മശാസ്ത്രം ഇഷ്ടംപോലെ അവിടെ കിടക്കണ്ട്. അവിടെ നിൽക്കട്ടെ. തൽക്കാലം ഇതിലാക്കാൻ പറ്റുന്നതിലാക്കുക, കാണാൻ പറ്റുന്നതെല്ലാം കാണുക, നോക്കാൻ പറ്റുന്നതെല്ലാം നോക്കുക. ബാക്കി പിന്നെ പഞ്ചാംഗത്തിൽ മുഹൂർത്തം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതിന് കണക്കാക്കി കൊടുക്കുക. പിന്നെ ഒരു ചെറിയൊരു പ്രശ്നം നമുക്ക് വന്നാൽ ഈ വിശേഷ വിട്ട് കണ്ടാൽ നവദോഷങ്ങളെല്ലാം വർജിക്കാനായിട്ട് സൗകര്യം ചെയ്യാം. ചെയ്താൽ എന്തായി? ശരിയായി. അത്രയൊക്കെ വേണം. നിത്യദോഷത്തിന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. ഈ അഭിജൻ മുഹൂർത്തത്തിനൊന്നുമില്ലാതെ ഒരാൾ പിഷ്ടം വരെ കഴിക്കുന്നില്ലേ? അന്നേരം എന്തെല്ലാം ദോഷം വരുന്ന ദിവസം. അങ്ങനെ അവിജ്ഞായ ദോഷാണാം ഗുണാനാം ബലാബലം കാലഹ വിധീയതയേന നരകം യാതി സധ്രുവം. നിങ്ങൾ കാലത്തിന് അറിയാണ്ട് എന്തുണ്ട്? നിങ്ങൾ കാലം എഴുതി കൊടുത്താൽ എല്ലാരും നരകത്തിലേക്ക് പോകുന്ന പറയുന്നത്. അവിജ്ഞായ ദോഷാണാം ഗുണാനാം ബലാബലം കാലഹ വിധീയതേ ഏന ആരെങ്കിലും എവനാൽ ഇന്നരത്തിലുള്ള കാലം ഉണ്ടാക്കി കൊടുത്തോ നരകം യാതി നിശ്ചയമായിട്ടും നരകത്തിലേക്ക് തള്ളിപ്പെടും. ദേശാചാരത ആദോ വിചിന്യോ ദേശേ ദേശേ യാ സ്ഥിതി സൈവകാര്യായി. ദേശാചാരത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് മാധവാചാര്യം പറയുന്നുണ്ട്. പിന്നെ ശാസ്ത്രദൃഷ്ട്യാ വിദുഷാ കഥാചിത് ഉല്ലംഘനീയ കുലദേശധർമ്മ. കുലധർമ്മവും ദേശധർമ്മം ഉപേക്ഷിക്കാനാവില്ലല്ലോ. ശാസ്ത്രവചനങ്ങളായിട്ട് വിടാനായി. മൂലം ഹി ദേശാം ച്യുത വേദശാഖ ഭൂയാധി കർമ്മസ്ഥിതി ഭംഗദോഷാഹ. ഇങ്ങനെ തരത്തിലുള്ള കർമ്മഭംഗം ഒന്നും വരാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓയിപ്പം പറഞ്ഞവരെ കേട്ടോ. പിന്നെ ആർക്കല്ലാന്ന് ഈ മുഹൂർത്തം കൊടുക്കാനുള്ള അധികാരം? അതിന് മുഹൂർത്തിയൻ ദൈവജ്ഞൻ എന്ന് പറയുന്നത് മുഹൂർത്തിയനാവുന്നത് എങ്ങനെയാവും? പിന്നെ ഇതായിരിക്കലാണ് ഇതിന് അർഹതയുള്ളത്? ശുഭമുഹൂർത്തങ്ങൾ എഴുതി കൊടുക്കാനുള്ള അധികാരം ആയിരിക്കാനുള്ള? സ്വസ്തി സുമുഹൂർത്ത വസ്തു എന്ന് പറയണ്ടേ? പിന്നെ മറ്റേ വിവാഹത്തെ നമ്മൾ പോയി പറയുന്നില്ലേ? എല്ലാവർക്കാണ് അധികാരം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിസ്തരിച്ചിട്ട് പിന്നെ മൗഹൂർത്തിക ലക്ഷണം എന്നിട്ട് പറഞ്ഞ ഇത് പറയുന്നുണ്ട്. ഈ നിത്യദോഷത്തിന്റെ അധ്യായത്തില് കുറെ വർണ്ണിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാൻ മിനിമം ഇതിന്റെ പേരുകളൊക്കെ പഠിച്ചു വെക്കുക. അറിയുന്ന ലക്ഷണവും കാര്യങ്ങളും നോക്കി വെക്കുക. അത് കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാല് ഇനി അധിമാസം എന്നും അംഹസ്പതി എന്നും മറ്റേ സംസർപ്പെന്നും മറ്റേ ഗുരുശുക്രന്മാരെ പരസ്പര ദൃഷ്ടി ഔഢ്യം അങ്ങനെ 6 ദോഷം, ഷഡ്ദോഷം എന്ന് പറയും. അത് ആ ഷഡ്ദോഷങ്ങളെല്ലാം അടുത്ത ക്ലാസ്സിലെടുക്കാം. ആയിക്കോട്ടെ, ശരി. റെഡി.